വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം 24, 23, 25 സൂക്തങ്ങളാണ്. നിരപരാധികളും ശുദ്ധാത്മാക്കളും സത്യവിശ്വാസിനികളുമായ സ്ത്രീകൾക്കെതിരിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ ഈ ലോകത്തും പരലോകത്തും ശപിക്കപ്പെട്ടവരാണ്. കഠിനമായ ശിക്ഷയാണ് അവർക്കുള്ളത്. അവരുടെ സ്വന്തം നാവുകളും കൈകാലുകളും അവർ ചെയ്തു കൂട്ടിയതിനൊക്കെ സാക്ഷി പറയുന്ന ഒരു നാൾ വരാനിരിക്കുന്നു. അന്ന് ദൈവം അവരുടെ കർമ്മഫലങ്ങൾ പൂർണ്ണമായും നൽകുന്നതാണ്. അന്ന് ദൈവം ഒരു മഹാസത്യമായിരുന്നു എന്നവർക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. സദാചാരനിഷ്ഠ പാലിക്കുന്ന ശുദ്ധാത്മാക്കളായ അവിഹിത ബന്ധങ്ങളെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്ത സ്ത്രീപുരുഷന്മാരെക്കുറിച്ച് അപവാദങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുന്നവർക്ക് ഭയങ്കരമായ ശിക്ഷയാണ് ലഭിക്കുക എന്ന മുന്നറിയിപ്പാണ് ഈ സൂക്തങ്ങളിൽ. അവർ ചെയ്തുപോയ ആ കുറ്റത്തിൽ നിന്നും ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് മടങ്ങിയിട്ടില്ലെങ്കിൽ ദൈവികാനുഗ്രഹങ്ങളിൽ നിന്നും എല്ലാ നന്മകളിൽ നിന്നും ആട്ടിയകറ്റപ്പെടുന്നവരായിരിക്കും അവർ. രണ്ടാമതായി, വിചാരണ നാളിൽ അവരുടെ നാവും കൈകാലുകളും അവർക്കെതിരിൽ തന്നെ സാക്ഷ്യം വഹിക്കും. അൽ ഫുസ്സിലത്ത് എന്ന അധ്യായത്തിൽ ഇപ്രകാരം വിവരിക്കുന്നുണ്ട്. നരകാവകാശികളായ ആളുകളുടെ വിചാരണ വേളയിൽ അവരുടെ കാതും കണ്ണും ത്വക്കും, അതായത് തൊലികൾ, അവരുടെ ചെയ്തികൾക്കെതിരിൽ സാക്ഷ്യം വഹിക്കുന്നതാണ്. അപ്പോൾ അവരുടെ സ്വന്തം ത്വക്കിനോട് ചോദിക്കുകയാണ്, നിങ്ങളെന്തിനാണ് ഞങ്ങൾക്കെതിരായി സാക്ഷ്യം വഹിച്ചത്? അപ്പോൾ അവ പറയും, സകല വസ്തുക്കളെയും സംസാരിപ്പിച്ചവനായ ദൈവം ഞങ്ങളെയും സംസാരിപ്പിച്ചതാണ്. നബി തിരുമേനി ഒരു ഹദീസിൽ പറഞ്ഞു, അന്ത്യനാളിൽ ധിക്കാരികൾക്ക് അവരുടെ ചെയ്തികളൊക്കെ വിവരിച്ചു കൊടുക്കും. അപ്പോൾ അവരതൊക്കെ നിഷേധിക്കും. അപ്പോൾ അയൽക്കാരെ സാക്ഷികളായിട്ട് കൊണ്ടുവരും. അവർ കള്ളം പറയുകയാണെന്നായിരിക്കും ഇവർ വാദിക്കുക. പിന്നീട് ഭാര്യാസന്തതികളെ ഹാജരാക്കും സാക്ഷികളായിട്ട്. അപ്പോൾ അവരും കള്ളം പറയുകയാണെന്ന് ഇവർ വാദിക്കും. പിന്നീട് അവരുടെ സ്വന്തം നാവുകളും കൈകാലുകളും ത്വക്കുകളും ഇവർക്കെതിൽ സാക്ഷ്യം വഹിക്കും. പിന്നീട് അവർക്ക് നിഷേധിക്കാൻ യാതൊരു നിവൃത്തിയും ഉണ്ടാകില്ല. അങ്ങനെ അവർ നരകത്തിലേക്ക് തള്ളപ്പെടുകയും ചെയ്യും.